അതായത് നിലവിൽ നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 2 നിമിഷം നിൽക്കുവാണെങ്കിൽ ഞങ്ങളുടെ കൗൺസിലർമാരും എല്ലാവരും കൂടെ കൂട്ടി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. അതായത് സ്വതന്ത്ര കൂട്ടായ്മ ഇവിടെ നടത്തിയ ചെറിയ 1-2 കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വ്യക്തമായി പറയണം. അതായത് ഇവിടെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നില്ല എന്ന് പറയുമ്പോൾ അന്ന് ആ 2 മാസം കൊടുത്ത പൈസ കൊടുത്തത് ആർക്കൊക്കെയാകണമെന്ന് വെളിപ്പെടുത്താനുള്ള കാര്യങ്ങൾ സ്വതന്ത്ര കൂട്ടായ്മ പറയണം. ആ സമയത്ത് 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള ആൾക്കാർക്ക്, അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് പൈസ കൊടുക്കാനുള്ള പൈസ ഈ സ്വതന്ത്ര മുന്നണി കൊടുത്തു. അത് ആരോടും ചോദിക്കാതെ. പിന്നെ ഏകപക്ഷീയമായ അനുകൂല പ്രമേയങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിശ്വസം. പിന്നെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കുമ്പോൾ ആ പ്രമേയത്തിന് അനുകൂലിച്ച് തീരുമാനം എടുക്കേണ്ടവരല്ലേ? നിയോജകമണ്ഡല ചെയർമാൻ പറയുന്നു ഈ ഇവിടെ ഡിവൈഎഫ്ഐക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നത്. അപ്പം UDF നിയോജക ചെയർമാനെ ഇവർ അവിശ്വസിക്കുകയല്ലേ ചെയ്ത്. അതുപോലെ തന്നെ UDF ഇവരെന്നു മുതലാണ് UDF-ലായത്? ഇവര് കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ഫ്രാൻസിസ് ജോർജ് ഒരു ബൈറ്റ് കൊടുത്തല്ലോ. അദ്ദേഹത്തിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ചോരയും നീരും വെയിലും കൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ജയിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച വാർഡിൽ കോൺഗ്രസ് അവിടെ ആരും ഇല്ലാതിരുന്നിട്ട് സമയത്ത് കോൺഗ്രസ്സുകാർ വീട് കയറിയാണ് അന്ന് അവിടെ ഒരു മൊണാസ്ട്രി വാർഡിൽ ഞാൻ സഹിതം വീട് കയറിയാണ് 2 ബൂത്തിൽ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വീട് കയറിയാണ് ജയിപ്പിച്ചത്. അന്ന് ജയിപ്പിച്ചപ്പോ ഫ്രാൻസിസ് ജോർജ് MP അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു അവിശ്വാസം? അദ്ദേഹം പറയേണ്ടത് അന്ന് ബിജെപിയുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരുള്ള MP വേണ്ടി വിടുതല ചെയ്യുന്ന പണിയായിരുന്നു അന്ന് ബിജു പുളിക്കണ്ടം ചെയ്തിരുന്നത്. അന്ന് LDF-ന്റെ ഈ ബിജു പുളിക്കണ്ടം ഇരുന്നത്. അന്ന് UDF-ന്റെ ഭാഗത്തല്ല. ഇന്ന് ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥിയായ ശ്രീ മാണി സി കാപ്പൻ MLA മത്സരിച്ചപ്പോൾ 3ാം സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ വാർഡുകളിൽ പോയി. അതിനൊക്കെ മറുപടി വേണ്ടേ? എന്തുകൊണ്ട് UDF ഇവര് സ്വതന്ത്ര മുന്നണിയാ? UDF-കാരെ അല്ല വഞ്ചിച്ചത്, UDF-കാരായ ഞങ്ങളെയാണ് ഇവർ വഞ്ചിച്ചത്. ഇവരെ DYFIക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നതിനനുസരിച്ച് ഇവർ UDF പ്രവർത്തകരുടെ മനോബലത്തെയാണ് ഇവർ ചോദ്യം ചെയ്തത്. ഞങ്ങൾ വിപ്പ് ദയവായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങൾ വിപ്പുകൾ കൈമാറി പിന്നെ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല. സെക്രട്ടറിക്ക് കൊടുത്തിടത്തിനകത്ത് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത ഒരു കത്തും കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വികാരം ഇത് കോൺഗ്രസിന്റെ വികാരമാണ്, പാലാ നഗരസഭയുടെ വികാരമാണ്. പാലായിലെ ഓരോ UDF പ്രവർത്തകർ ചോരയും നീരുമാക്കി സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ കൊടുത്തപ്പോൾ അവിടെ പോലും സ്ഥാനാർത്ഥി നിർത്താതെ ഞങ്ങൾ നിർത്തിയപ്പോൾ അവർ ആദ്യമേ എന്താ കാണിച്ചത്? LDF ആവശ്യത്തിൽ വിട്ട അവര് എല്ലാ രീതിയിലും ആവശ്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകരാണ് UDF പ്രവർത്തകർ. UDF-ന്റെ ചെയർമാൻ ഒരു കാര്യം പറയാം. അല്ല, കേരള കോൺഗ്രസ് M പാർട്ടി ഇതൊന്നും അത് ചിന്തയില്ലല്ലോ. ഇപ്പൊ അവിശ്വാസമാണ് പാസ്സാക്കിയത്. അവിശ്വാസം പാസ്സാക്കിയത് UDF പാലാ നിയന്ത്രണത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അവിശ്വാസം. മണ്ഡലം കമ്മിറ്റിയാണ് പ്രമേയം പാസ്സാക്കിയത്. അപ്പം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയിലെ പൊതുവികാരം ഐക്യകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച പൊതുവികാരം. പിന്നെ ഭരണമുണ്ടോ? ഐക്യജനാധിപത്യ മുന്നണിക്ക് നട്ടവും കോട്ടവും ഇല്ലാത്ത ഒരു ഭരണം ഇവിടെ ഉണ്ടായിരിക്കും. ആ ഭരണത്തിൽ കോൺഗ്രസ് ആയിരിക്കും ഭരിക്കുന്നതും. നിങ്ങളിത് കണ്ടു. ഈ നാട്ടില് വികസനങ്ങൾക്കും അതൊക്കെ അവരാണ് പറയേണ്ടത്. ആ മറുപടി ഞങ്ങൾ അതൊക്കെ അവരോട്. ഒരു കോൺഗ്രസ് പ്രവർത്തകർ 6 പേര് മാത്രം സ്വതന്ത്ര മുന്നണിയില്ലേ? സ്വതന്ത്ര മുന്നണിയിലെ ആളില്ലേ? 7 പേരില്ലേ? പിന്നെ UDF എന്ന് പറഞ്ഞ ഇനി പാലാ നഗരസഭാ ഭരണം UDF-ന് നഷ്ടമായി. 4 കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് അവിശ്വാസ പ്രമേയം പാസ്സായത്. ഈ പിന്തുണച്ച കോൺഗ്രസ് അംഗങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അവർ ഈ പുതിയത് എന്ന് പറയാൻ കഴിയില്ല, സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെ എന്തൊക്കെയോ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുമായി ബന്ധമുണ്ട് ബിനു പുളിക്കക്കണ്ടത്തിനെന്നൊക്കെയാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഈ അനുകൂലിച്ച 4 പേരും കൂടി ചേർന്ന് പിന്നീട് മാധ്യമങ്ങളോട് വിശദമായി ഇത് പറയും എന്ന് പറയുന്നുണ്ട്. ഏതായാലും ദിയ പുളിക്കക്കണ്ടത്തിന്റെ ചെയർമാൻ സ്ഥാനം തെറിച്ചു. UDF-ന്റെ ഭരണം പാലായിൽ അവസാനിച്ചു.